ഹായ് ഹലോ. അധികം ചേരുവകളൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മധുരപലഹാരം കണ്ടാലോ? ഇത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചുകൊണ്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. 2 നേന്ത്രപ്പഴമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് നമ്മുടെ പലഹാരത്തിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ. അങ്ങനെ തേങ്ങയും ശർക്കരയൊക്കെ നല്ല പോലെ തന്നെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പഴം ഉണ്ടല്ലോ, അതിൻ്റെ കറുത്ത ഭാഗം ഇതുപോലെ കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ സ്മാഷ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ സ്മാഷ് ചെയ്തെടുത്ത നേന്ത്രപ്പഴത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. തിളച്ച വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആവത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കയ്യിലൊന്ന് എണ്ണ തടവി കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പമൊക്കെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. വലിയ ബോളോ അതല്ലെങ്കിൽ ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് കുഴി കുഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു ഉരുളാക്കിയിട്ട് ചെറിയ ഉരുളാക്കണം കേട്ടോ. അതിനേക്കാളും ചെറുതാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായി കവറാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അതാ 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ടൊക്കെ സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പഴം വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാനും പറ്റും. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.